Good evening, everyone. We are starting the meeting. Let us praise God for giving us this opportunity to gather together as the clergy of the church through a webinar. This is organized before the upcoming Safa Mandala meetings, and this is also a rehearsal for us to enter into the webinar and to participate in the deliberations. Today, we are fortunate to get Professor Dr. George Shandy to speak to us on the topic, Learning to Live with COVID. Before we start the meeting, I request the Suffragan Metropolitan, Joseph Barnabas Simeon, to say a word of prayer. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേക്ക് സ്തുതി. അവിടുത്തെ മഹത്വമുള്ള സന്നിധിയിൽ അടുത്തു വന്ന് വൈദിക സംഘമായി ചേർന്ന് വരുവാൻ ദൈവം തുണയ്ക്കുന്നുണ്ട്. സ്തോത്രം. കൃപയുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ചേർന്ന്, വന്യ തിരുമേനിമാരോട് ചേർന്ന്, സഭയിലെ വൈദികരോട് ചേർന്ന് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം കൃപ ചെയ്യുന്നല്ലോ. ഈ COVID-19 കാലത്ത് ഞങ്ങൾ ജീവിക്കുന്നു. പ്രതിസന്ധികളാണ്, പ്രതികൂലങ്ങളാണ്. എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള കൃപയും കരുണയും ഞങ്ങൾക്ക് തരുന്ന കർത്താവേ, അവിടുത്തെ പരിരക്ഷയിൽ ആശ്രയിച്ച് ഞങ്ങൾ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ സൗഖ്യവും, അവിടുന്ന് തന്നെ വൈദ്യനും, അവിടുന്ന് തന്നെ മരുന്നുമായിരിക്കുന്നുണ്ട്. സ്തോത്രം. കൃപയിൽ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ജോർജ് ചാണ്ടിക്ക് വേണ്ടി സ്തോത്രം. ഈ കോവിഡ് കാലത്തും കോവിഡാനന്തര കാലത്തും എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾക്ക് കാണിക്കാനും പഠിച്ചു തരുവാനും അദ്ദേഹത്തെ അവിടുന്ന് കൂട്ടിവരുത്തിയ കാരുണ്യത്തിന് വേണ്ടി സ്തോത്രം. കൃപ കൂടിയിരിക്കണമേ, നന്മയാൽ നിറയ്ക്കണമേ, ദൈവനാമം മഹിമപ്പെടണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. KG ജോസഫ് അച്ഛൻ ഒരു വാക്ക് സ്വാഗതം എല്ലാവർക്കും പറയും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യരായ തിരുമേനിമാരെ, ഇന്നത്തെ മുഖ്യ അതിഥി ഡോക്ടർ ജോർജ് ഷാൻഡി മറ്റിത്ര, പ്രിയപ്പെട്ട ഡോക്ടർമാർ, സഹോദര വൈദികരെ, എല്ലാവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഏറ്റവും ധന്യമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളാണിത്. സഭാ പ്രതിനിധി മണ്ഡലം 2021 ഒക്ടോബർ മാസം 13, 14, 15 തീയതികളിൽ സൂം വെബിനാർ പ്ലാറ്റ്ഫോമിലൂടെ ക്രമീകരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഇതുവരെ പൂർത്തീകരിക്കാൻ ദൈവം കരുണ ചെയ്തതിന് ദൈവത്തെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഇതുവരെ ഈ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ സഭയായി ദൈവത്തിൽ നിന്ന് ലഭിച്ച എല്ലാ കൃപകൾക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രാധാന്യമർഹിക്കുന്ന മീറ്റിംഗാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ ആക്റ്റീവ് സർവീസിലുള്ള മണ്ഡലാംഗങ്ങൾ മാത്രമല്ല, ആക്റ്റീവ് സർവീസിലുള്ള 950-ലധികം അച്ഛന്മാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കത്തക്ക വിധത്തിൽ ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും പങ്കെടുക്കത്തക്ക വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രാധാന്യമർഹിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കോവിഡ് കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു വിചിന്തനവും ചർച്ചയും. 2, 13, 14, 15 ദിവസങ്ങളിൽ നടക്കുന്ന സഭാപ്രതിനിധി മണ്ഡല യോഗങ്ങളിൽ എങ്ങനെ മണ്ഡലാംഗങ്ങളായ വൈദികർക്ക് പങ്കെടുക്കുവാൻ, ആക്റ്റീവായി പങ്കെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ മണ്ഡലാംഗങ്ങളായി അല്ലാത്ത വൈദികർക്ക് അവരുടെ ഇടവകയിലെ മണ്ഡലാംഗങ്ങളെ എങ്ങനെ ഇതിൽ പ്രചോദനം നൽകി മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യേക ക്ലർജി മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മീറ്റിംഗ് സഭയുടെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മീറ്റിംഗാണ്. അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി സഭയ്ക്ക് സംഗതമായ ഏറ്റവും അനുഗ്രഹകരമായ നേതൃത്വമാണ് ഈ കാലഘട്ടത്തിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ സഭാ പ്രതിനിധി മണ്ഡലം സൂം വെബിനാറിലൂടെ ക്രമീകരിക്കുന്നതിനുള്ള പ്രാരംഭ ആലോചന വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടതായ നേതൃത്വവും ഉപദേശവും നിർദ്ദേശങ്ങളും
എല്ലാം നൽകി ഞങ്ങൾക്കെല്ലാം വേണ്ട പിന്തുണ അഭിമൻ തിരുമേനി നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിരുമേനിയിലൂടെ ലഭിക്കുന്ന ധീരമായ ധന്യമായ സംഗതമായ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങിനെ പറ്റി നേരത്തെ പറഞ്ഞപ്പോൾ അഭിമൻ തിരുമേനി തന്നെ അതിൽ സമയം വേർതിരിച്ച് ഈ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നു എന്നുള്ളത് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. അഭിമന്യ തിരുമേനിയിലൂടെ ലഭിക്കുന്ന ധീരമായ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്ലർജി കോൺഫറൻസ് ഈ മീറ്റിംഗിലേക്ക് ആദരപൂർവ്വം എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യട്ടെ. അഭിമന്യരായ തിരുമേനിമാർ, സഭകൻ തിരുമേനിമാരും മറ്റ് എപ്പിസ്കോപ്പ തിരുമേനിമാരും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. അഭിമന്യ തിരുമേനിമാരിലൂടെ സഭയ്ക്കും പ്രത്യേകിച്ച് സഭാ പ്രതിനിധി മണ്ഡലത്തിന് അടുത്ത് വരുന്ന പ്രതിനിധി മണ്ഡലത്തിന് ആവശ്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേതൃത്വത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും അഭിമന്യ സഭകൻ തിരുമേനിമാരെയും അഭിമന്യ എപ്പിസ്കോപ്പ തിരുമേനിമാരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനെ ഈ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ അച്ഛന്മാരുടെ പ്രത്യേകമായ ഒരു സെഷനിൽ ആരായിരിക്കണം ലീഡ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ആലോചിച്ചപ്പോൾ മാർത്തോമാ സഭയുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, അതിലൊക്കെ ഉപരിയായി സഭയിലെ അഭിമന്യ തിരുമേനിമാരെയും പട്ടക്കാരെയും വളരെ ആദരപൂർവ്വം കാണുന്ന സഭയുടെ ഉറ്റമിത്രം, CMC മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രവർത്തനത്തിൽ എല്ലാ നേതൃത്വം നൽകി മെഡിക്കൽ കോളേജ് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അതിന് ആവശ്യമായ നേതൃത്വം നൽകി അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ചാണ്ടി സാറ് മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടർ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ സാരഥ്യം വഹിച്ചപ്പോൾ CMCക്ക് സാധിച്ചു. അങ്ങനെ CMCയെ ഇന്നത്തെ ഭാവത്തിൽ എത്തിക്കുന്നതിന് പിന്നിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ചാണ്ടി സാർ ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായി, അതിന്റെ മെഡിക്കൽ സൂപ്രണ്ടായി, ഏറ്റവും അനുഗ്രഹകരമായ നേതൃത്വം CEO ആയി അനുഗ്രഹകരമായ നേതൃത്വം ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ജോർജ് ചാണ്ടി സാറ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ ഒരു മെഡിക്കൽ പ്രൊഫഷനിലായിരിക്കുന്ന ഒരു ഡോക്ടർക്ക് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയായിരുന്ന ഡോക്ടർ BC റോയ് നാഷണൽ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് 2006 വാങ്ങുന്നതിന് സ്വീകരിക്കുന്നതിന് പ്രിയപ്പെട്ട ജോർജ് ചാണ്ടി സാറിന് സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷപൂർവ്വം നന്ദിയോടുകൂടെ മാത്രമേ പ്രിയപ്പെട്ട ജോർജ് ചാണ്ടി സാറിനെ ഓർക്കുന്നതിനും ഇവിടെ സ്വാഗതം ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ. മാർത്തോമാ സഭയിലെ ഭാഗ്യസ്മരണീയരായിരുന്ന ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയോ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയും രണ്ടുപേരും ക്ഷീണിതരായപ്പോൾ അവരെ ഒരു മകൻ എങ്ങനെ ശുശ്രൂഷിക്കുമോ എനിക്ക് തന്നെ അറിയാം. ക്രിസോസ്റ്റം തിരുമേനി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അന്ന് ഡോക്ടർക്ക് വീട്ടിൽ പോകേണ്ടതാണ്. ഒരു ദിവസം ഡോക്ടറാണ് തിരുമേനിയുടെ അടുത്ത റൂമിൽ കിടന്ന് ഉറങ്ങി തിരുമേനിയെ പരിചരിച്ചത്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സഭയിലെ ഒരു അംഗം ചെയ്യുന്നതിലുപരിയായ ശുശ്രൂഷയാണ് രണ്ട് തിരുമേനിമാരോട് പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ചാണ്ടി സാറ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും സഭയ്ക്ക് മറക്കാൻ വയ്യാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രിയപ്പെട്ട ജോർജ് ചാണ്ടി സാർ. അദ്ദേഹത്തിന്റെ ഒരു താഴ്മയും വിനയവും ഒക്കെ കണ്ടാൽ, വിനയവും ഒക്കെ ദർശിച്ചു കഴിഞ്ഞാൽ, വെല്ലൂരിന്റെ സാരഥ്യം വഹിച്ചിരുന്നെന്നോ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ സാരഥ്യം വഹിച്ചെന്നോ ഒന്നും പറയുകയില്ല. അത്രമാത്രം വിനയാന്വിതനായി. ഈ ഇടയിൽ നമ്മുടെ ഒരു അച്ഛനെയും കൊച്ചമ്മയും ഞാൻ പറഞ്ഞ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ വിട്ടു. ലിവറിന്റെ ഒരു അല്പ ടെസ്റ്റിന് വേണ്ടിയാണ് പോയത്. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, എങ്ങനെ സുഖം, അച്ഛൻ നല്ലൊരു സജഷൻ എന്നെ വിട്ടത്, എങ്ങനെ സുഖമാകാതിരിക്കും? രോഗിയെ പരിശോധിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി. ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. പിന്നെ എങ്ങനെയാ സുഖമാകാതിരിക്കുന്നത്? ഏതൊരു പേഷ്യന്റിന്റെയും പ്രയാസസന്ധികളിൽ അവരോട് ചേർന്ന് പ്രാർത്ഥിച്ച് സൗഖ്യദായക ശുശ്രൂഷ ചെയ്യുന്ന, ദൈവരാജ ശുശ്രൂഷയിൽ ഏറ്റവും സങ്കടമായ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർ ജോർജ് ചാണ്ടി സാറ് ഇന്ന് ലേണിംഗ് ടു ലിവ് വിത്ത് കോവിഡ് ഇന്നത്തെ ഏറ്റവും ആനുകാലികമായ ഒരു സബ്ജക്റ്റാണ്. എങ്ങനെയാണ് നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കോവിഡാനന്തര സഭ, ഇനി അങ്ങനെ ഒരു സഭയുണ്ടെന്ന് തോന്നുന്നില്ല. ഹൗ ടു ലിവ് വിത്ത് കോവിഡ്, കോവിഡും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അതെങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നതിനെ പറ്റി സംഗതമായ വിഷയമാണ് ഇന്ന് സാർ ഇവിടെ ചർച്ച ചെയ്യുന്നത്.
ഞാൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് വേണ്ടി സാറ് ചെയ്ത കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷകളെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ക്ലർജി കോൺഫറൻസിൽ സാറ് വെല്ലൂരിൽ നിന്നാണ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത്. സാറിന് വളരെ വിനയപുരസ്സരം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രിയപ്പെട്ട രണ്ട് ഡോക്ടർ മാമൻ, അതുപോലെ തന്നെ ഡോക്ടർ ജോംസി, ഡോക്ടർ സംഗീത, ഈ മൂന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ മൂന്ന് പ്രാധാന്യം അറിയിക്കുന്ന ഡോക്ടർമാരും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ മൂന്നുപേരെയും സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ എൻ്റെ സഹോദര വൈദികർ, നിങ്ങളാണ് ഈ സഭയുടെ ഊർജവും ശക്തിയും. സഭയിലെ വൈദികർ എങ്ങനെയോ അങ്ങനെയായിരിക്കും സഭയുടെ ഭാവി. ഈ സഭയ്ക്ക് വേണ്ടി ത്യാഗപൂർവമായി അനുഗ്രഹകരമായി ശുശ്രൂഷകൾ ചെയ്യുന്ന ലോകത്തിന്റെ അങ്ങേയറ്റത്തു നിന്നു മുതൽ ഇങ്ങേയറ്റത്തേക്ക് കന്യാകുമാരി വരെയുള്ള എല്ലാ അച്ഛന്മാരും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഇത് സംബന്ധിക്കുന്നവരുടെ വിവരങ്ങളിലൂടെ ഒന്ന് പ്രസ്താവിച്ച ശേഷം എന്റെ വാക്കിൽ വിരമിക്കുന്നു. നമ്മുടെ ഡയസസ് തിരിച്ചുള്ള കണക്ക് ഇപ്രകാരമാണ്. അടോ ഡയസസിൽ 67 അച്ഛന്മാരാണ്. അതിൽ 54 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 80.60 രജിസ്ട്രേഷൻ. ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ 97 അച്ഛന്മാരാണ്. അതിൽ 60% അച്ഛന്മാർ രജിസ്റ്റർ ചെയ്തു. 61.86. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ 81 അച്ഛന്മാരാണ് ആക്റ്റീവ് സർവീസിലുള്ളത്. അതിൽ 58 ആളുകൾ പങ്കെടുക്കുന്നു. 71.6%. ഡെയിലി ഡയസിൽ 78 അച്ഛന്മാരാണ്. അതിൽ 65 അച്ഛന്മാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 83.33. കൊട്ടാരക്കര പോലൂർ ഡയസിൽ 79 അച്ഛന്മാരാണ്. ആ 79-ൽ 68 ആളുകൾ പങ്കെടുക്കുന്നു. 86.08. കോട്ടയം കൊച്ചി ഡയസിൽ 112 അച്ഛന്മാരാണ്. അതിൽ 70 പേർ അറ്റൻഡ് ചെയ്യുന്നു. 62.50. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ 55 അച്ഛന്മാരാണ്. അതിൽ 48 ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 87.27. സിംഗപ്പൂർ ഭദ്രാസനത്തിൽ 10 അച്ഛന്മാരാണ്. അതിൽ 7 പേർ രജിസ്റ്റർ ചെയ്തു. 70%. മുംബൈ ഡയസ് 64 അച്ഛന്മാരാണ്. 55 പേർ രജിസ്റ്റർ ചെയ്തു. 85.94. മരണമാരാവൺ ഭദ്രാസനത്തിൽ 93 അച്ഛന്മാരാണ്. അതിൽ 79 പേർ രജിസ്റ്റർ ചെയ്തു. 84.95. നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിൽ 69 അച്ഛന്മാരാണ്. അതിൽ 56 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 81.16. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിൽ 87 അച്ഛന്മാരാണുള്ളത്. അതിൽ 58 പേർ രജിസ്റ്റർ ചെയ്തു. 66.67. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ 65 അച്ഛന്മാരാണുള്ളത്. അതിൽ 62 അച്ഛന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഭരണവാസ തിരുമേനിക്കാണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. 62 അച്ഛന്മാരും അതിൽ പങ്കെടുക്കും. 95.38%. അങ്ങനെ ആകെയുള്ള ഇതിൽ 77.72% 740 അച്ഛന്മാർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. 77.32. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഈ മീറ്റിംഗ് ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഗ്രഹീതമായ ഒരു സമ്മേളനമായി തീരാൻ ദൈവയിടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവത്തിന് സ്തുതി. അഭ്യുന്നത തിരുമേനിമാരെ, പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, സഹോദര വൈദികരെ, ഇന്ന് ഇതിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള ഏവരും എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. നമുക്കിന്ന് പ്രകാരം ക്ലർജി വെബിനാറ് കൂടുവാൻ തക്കവണ്ണയിടയായി തോന്നുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല അറ്റൻഡൻസ് വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് ഉണ്ട് എന്നത് ശുഭദോർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഈ താല്പര്യം നിലനിർത്തുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും തുടർന്നും ഇടയാവട്ടെ. അടുത്ത് വരുന്ന സഭാമണ്ഡല മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹീതമായി ചുറ്റോടും ദൈവ കൃപയോടും കൂടി നടക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ദൈവം അതിനായിട്ട് തന്റെ ആലോചന തന്ന് നമ്മെ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ തീം നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേണിംഗ് ടു ലിവ് വിത്ത് കോവിഡ് എന്നുള്ള വിഷയമാണ്. ലേണിംഗ് ടു ലിവ് വിത്ത് കോവിഡ്. ഇതിന്റെ മുഖ്യ പ്രഭാഷണം നമുക്ക് നിർവഹിച്ച് സഹായിക്കുന്നത് ഡോക്ടർ ജോർജ് ശാന്തി മധ്യത്രയാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഡോക്ടറെ ഇപ്പോൾ പരിചയപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് കൂടുതൽ ഒരു വാക്കും ഞാൻ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല. മാർത്തോമാ സഭയും അതിന്റെ നേതൃത്വത്തെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആദരിച്ച് സ്നേഹിച്ച് മാനിച്ച്
ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നന്ദി ഞാൻ ഈ അവസരം പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഈ വെബിനാറിൽ കോവിഡ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അനേക പാഠങ്ങളുണ്ട്. എല്ലാം വിശദീകരിക്കുന്നതിനായിട്ട് ഈ സമയം എടുക്കുന്നില്ല. അത് ഡോക്ടർ ജോർജ് ചാണ്ടി തന്റെ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തും എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. ഒന്ന്, നാം ജീവിക്കുന്നതായുള്ള ഈ ലോകത്തെ ഒരു ലോകമായിട്ട് കാണുവാൻ തക്കവണ്ണിടയായിട്ട് തീരണം. വൺ അജണ്ട ഫോർ പോസ്റ്റ് കോവിഡ് ഇയറ ഈസ് വൺ വേൾഡ് വൺ ഹെൽത്ത്. ഏക ലോകം, ഏക ആരോഗ്യം. വ്യക്തികേന്ദ്രിതമായ ആരോഗ്യ സംവിധാനങ്ങളും ആരോഗ്യ പരിപാലനവുമല്ല ആവശ്യം. മനുഷ്യന്റെ മാത്രം നിലനിൽപ്പല്ല ലക്ഷ്യമിടേണ്ടത്. സമഗ്രതയോടുകൂടിയുള്ള മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത്, നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആരോഗ്യമുള്ള ആവാസ അവസ്ഥ ഉണ്ടാവണം. എല്ലാത്തരം ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ ഇടം നൽകുന്ന ജൈവ കൂട്ടായ്മ രൂപപ്പെടണം. സമൂഹത്തെയും പരിസ്ഥിതിയെയും ഗൗരവമായി കാണുവാനായിട്ട് നമുക്കിടയാവണം. ഒന്നാമത്തെ എത്തുവാനായിട്ടുള്ള കടമത്സരം രാഷ്ട്രങ്ങളിലും സമൂഹങ്ങളിലും മനുഷ്യവർഗത്തിന് തന്നെ ഒട്ടും അഭിലഷണീയമല്ല എന്നത് ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ പഠിപ്പിക്കലുകളിലും ദൈവശാസ്ത്ര അവലോകനങ്ങളിലും ജൈവ ഐക്യത്തിന് പ്രാധാന്യം നൽകുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുക എന്നത്രേ ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു വിഷയം. രണ്ട് വിഷയങ്ങൾ പറയുന്നതിനായിട്ട് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. രണ്ടാമത്തേത്, സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള വികസന മാതൃകകൾ. ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പണമാണ്, സാങ്കേതിക വിദ്യയാണ്, വ്യക്തിത്വപരതയാണ് എന്നിവയൊക്കെ നാം സാധാരണ പറയാറുണ്ട്. അത് പണം നേടാനായിട്ടുള്ള ആസക്തിയായിട്ടും അത് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളായിട്ടും പണത്തിന്റെ വിനിയോഗം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വളർച്ചയ്ക്കും ആണ് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഇന്ന് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് നാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പണക്കാരന്റെ വികസനമല്ല ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. പിന്നെയോ സൂക്ഷ്മ തലത്തിലേക്ക് ഇറങ്ങുന്ന വികസന പദ്ധതികളാണ്. മൈക്രോ പ്ലാനിംഗ് ആണ് ഉണ്ടാവേണ്ടത്. ഏറ്റവും ചെറുതായിട്ടുള്ളതിനെ പോലും നിസ്സാരമെന്ന് കണക്കാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഏറ്റവും ദരിദ്ര കുടുംബങ്ങളിലെ ആളുകളെ പ്രത്യേകമായിട്ടെടുത്ത് പരിഹാരം കാണുന്നതായിട്ടുള്ള വികസന രീതി വളർത്തിയെടുക്കുവാൻ തക്കവണ്ണിടയാവണം. അപ്പോൾ അതിന്റെ അർത്ഥം സാഹചര്യം, സഹവർത്തിത്വം, സഹനം എന്നിവയിൽ അടിസ്ഥാനപ്പെട്ട നവ സാമൂഹിക നിർമ്മിതി സാധ്യമാക്കുകയാണ് ഈ കോവിഡാനന്തര കാലത്ത് ആവശ്യമായിരിക്കുന്നത് എന്നർത്ഥം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. നാം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനേക പാഠങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം COVID-19 കാലഘട്ടം നമുക്ക് സഹായമായിട്ട് തീർന്നിട്ടുണ്ട്. അത് വിശകലനം ചെയ്ത് ഇന്ന് നാം പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ നാം കേൾക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മോട് സംഭാഷിക്കുന്നതിനായി ഡോക്ടർ ജോർജ് ചാണ്ടിയെ ഞാൻ ക്ഷണിക്കുന്നു. Most respected and beloved, His Grace Theodosius Tirumeni, the Metropolitan of the Mar Thoma Church, Bishops of the Mar Thoma Church, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ, മറ്റ് എല്ലാ അച്ഛന്മാരും, പങ്കെടുക്കുന്ന എല്ലാവരോടും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഈ അവസരം എനിക്ക് തന്നതിനായിട്ട് മെട്രോപൊളിറ്റനോടുള്ള നന്ദി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അതുകൂടാതെ മാർത്തോമ സഭയുടെ സങ്കട പ്രയാസമുള്ള കാലഘട്ടത്തിൽ രണ്ട് വലിയ തിരുമേനിമാരെ ശുശ്രൂഷിപ്പാനായിട്ട് ഈ പാവപ്പെട്ട എനിക്കും ഞങ്ങളുടെ ആശുപത്രിക്കും നൽകി തന്ന ആ അവസരത്തെ ഓർത്ത് വളരെയേറെ നന്ദി ഞങ്ങൾ കരയിറ്റുന്നു. It was a big privilege for us, and I want to say how grateful we are to the Metropolitan, to Joseph Achan, and to all others for having found us worthy to be able to do this. ഞാൻ അടുത്ത 40 മിനിറ്റിനകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ഈ കാലയളവിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത 3000-3500 കോവിഡ് പേഷ്യൻസിന്റെ അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അണ്ടർസ്റ്റാൻഡിങ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയത്തില്ല.
but based on the knowledge that is available in the world, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ലഭിച്ച ഐഡിയാസ് അതിനെ ആസ്പദമാക്കി how do we learn to live with COVID? Metropolitan പറഞ്ഞതുപോലെ, we now know that we are not looking for a COVID-free world immediately. അത് ഉടനെ ഒന്നും സംഭവിക്കത്തില്ല. We have to learn to live. We have to plan our lives and our livelihood. And I'm so happy to hear that മണ്ഡലത്തിന്റെ മീറ്റിംഗും ഇതുപോലെ എല്ലാവർക്കും പങ്കെടുക്കത്തക്ക രീതിയിൽ സൂമിൽ കൂടെ പ്ലാൻ ചെയ്തത് ഓർത്ത് തന്നെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, because that is one of the ways that we have to look forward. മാർച്ച് 8 2020 ആണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ ശൈലജ ടീച്ചർ എന്നെ വിളിച്ചത്. ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു. അന്ന് തൊട്ട് ഞങ്ങളൊരു സ്ഥാപനമായിട്ട്, കുടുംബങ്ങളായിട്ട്, കമ്മ്യൂണിറ്റി ആയിട്ട് ഈ കോവിഡ് പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവം നൽകി തന്ന അനുഗ്രഹത്തിന് വേണ്ടി ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കോവിഡിനെ കുറിച്ച് we try to understand. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടവകളിലും നമ്മോട് കൂടെയുള്ള ആളുകളോടും കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട്, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, അത് ഒഴിവാക്കി നാം ഏത് രീതിയിൽ മുൻപോട്ട് പോകണം എന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ് മാമൻ. 2019 ഡിസംബർ 8 please look at the slides carefully if you can. ആദ്യത്തെ പേഷ്യന്റ് ഡിസംബർ 8 വുഹാനിൽ കണ്ടുപിടിച്ചത് കൊറോണ വൈറസ്. പലതരം കൊറോണ വൈറസ് ഉണ്ട്, പക്ഷെ ദിസ് വാസ് കോൾഡ് എ നോവൽ, പുതിയ കൊറോണ വൈറസ് എന്ന് നമ്മൾ പേരിട്ടു. ഡിസംബർ 31 2019 ചൈന അലേർട്ടഡ് ദ WHO അബൌട്ട് ഒരുപാട് ന്യൂമോണിയ കേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ജനുവരി 1 2020 വുഹാനിലെ ഹോൾസെയിൽ സീ ഫുഡ് മാർക്കറ്റ് ഗോട്ട് ഷട്ട് ഡൗൺ. ജനുവരി 7 ലോകം അറിഞ്ഞു ഒരു പുതിയ നോവൽ കൊറോണ വൈറസിന്, COVID-19 എന്ന പേരുള്ള വൈറസ് ഐഡന്റിഫൈ ചെയ്തു എന്ന് ലോകത്തിന് മനസ്സിലായി. ആദ്യത്തെ ഡെത്ത് ഇൻ ചൈന വാസ് ഓൺ January 11. പക്ഷേ സൂൺ ആഫ്റ്റർവേർഡ്സ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തായ്ലൻഡിൽ ഒരു കേസ് അനൗൺസ് ചെയ്തു. ജനുവരി 23 വുഹാനിലെ എല്ലാ റെയിൽ എയർ സർവീസസ് സസ്പെൻഡ് ചെയ്തിട്ട് ക്വാറന്റൈൻ ഏറ്റെടുത്തു. അതിനുശേഷം നമുക്കറിയാം ഒരുപാട് കേസസ് ചൈനയിലും മറ്റു പല ലോകത്തിലെ പല ഭാഗങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ നമ്മൾ കണ്ട 2 വേവ്സ് ആണ്. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ, ഈ ഗ്രാഫിൽ കാണുന്നത് പോലെ, the first wave was relatively mild. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു മേ ബി നമുക്ക് TB മറ്റു അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് that we are immune from this, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല is what we thought. But ആ രണ്ടാമത്തെ വേവ് കണ്ടോ, huge numbers of patients and ഒരുപാട് ഡെത്ത്സ് ഉണ്ടായി, and we were totally unprepared for this മഹാമാരി. ഇതെങ്ങനെയാണ് ഈ വൈറസ് ഉണ്ടായതാണോ? യെസ്, ഇറ്റ് വാസ് ദെയർ ഓൾവേസ്. ബാറ്റ്സിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബാറ്റിനെ കഴിച്ചത് കൊണ്ടാണോ, അതോ വേണ്ട രീതിയിൽ കുക്ക് ചെയ്തിട്ടോ അതുകൊണ്ടാണോ ഒരു ഹ്യൂമൻ ബീങ്ങിലോട്ട് വന്നു, അതോ ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് പാൻഗോളിൻ എന്ന് പറഞ്ഞ അതുകൊണ്ടാണോ നമുക്കറിയത്തില്ല. ഏതായാലും മനുഷ്യനിൽ ഈ വൈറസ്, നോവൽ കൊറോണ വൈറസ് SARS-CoV-2 എന്നുള്ള വൈറസ് ശരീരത്തിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ ഇതിനെക്കുറിച്ച് പല ഗവേഷണങ്ങളും ഉണ്ടായിരുന്നു. അമേരിക്കൻ സപ്പോർട്ടോടു കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് സം പീപ്പിൾ തിങ്ക് ദാറ്റ് അവിടെ ചെയ്ത ടെസ്റ്റ് ഏതോ തെറ്റിപ്പോയിട്ട് ഒരു വൈറസ് പുറത്തോട്ട് ചാടിയതാണോ, അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കോവിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്?
നാം ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അറിയാതെ കുറച്ച് സലൈവ സ്പിറ്റ് പുറത്തോട്ട് വരും, അതിനകത്താണെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് 3 മീറ്റർ അകലം പാലിക്കണം. പിന്നീട് ഗവേഷണങ്ങളിലൂടെ മനസ്സിലായി ഇറ്റ് ഇസ് എയർ ബോൺ. ഈ വരുന്ന ഡ്രോപ്ലെറ്റ്സ് കുറെ സ്പ്രെഡ് ചെയ്യും, കൂടാതെ വായുവിൽ കൂടെയും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദിസ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ ട്രാൻസ്മിഷൻ നമുക്ക് തടയണമെങ്കിൽ ഇത് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ സ്പേസിംഗ് 6 മീറ്റർ എങ്കിലും വേണമെന്ന് ഇപ്പോഴുള്ള ഗൈഡ് ലൈൻ ഉള്ളത്. മറ്റ് റെസ്പിറേറ്ററി വൈറസിനോട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ വൈറസ് നമുക്കറിയാം, അല്ലെങ്കിൽ സാർസ് വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ് 2006 ഉണ്ടായിരുന്നു. അതിനുശേഷം മേഴ്സ് എന്ന് പറഞ്ഞ വൈറസ്, ഇതെല്ലാം കൊറോണ വൈറസാണ്. പക്ഷേ അതെല്ലാം കുറച്ച് നാളെ ജീവിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റാക്ക് റേറ്റ് ഒക്കെ ഒരുപാട് കുറഞ്ഞു. ഇപ്പം നമുക്ക് അതിൻ്റെ പ്രശ്നമില്ല. ഫ്ലൂ നമുക്കുള്ളത് നമുക്കറിയാം. വാട്ട് വി ഡു ഇസ് ദാറ്റ് ഫ്ലൂ വരുന്ന സമയത്ത് അത് ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് എല്ലാ വർഷവും അതിന് വി ഹാവ് ടു ടേക്ക് വാക്സിനേഷൻ എന്നുള്ളത് നമുക്കറിയാം. ഇത് വൈറസിന്റെ ഒരു ചിത്രമാണ്. അതില് ആ ഹോൺ പോലെ കാണുന്നത് അതെല്ലാം പ്രോട്ടീൻസ് ആണ്. അതിൽ ഒരെണ്ണം ഉണ്ട്, സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ദ സ്പൈക്ക് പ്രോട്ടീൻ. അതിലാണ് ഇൻഫെക്ഷൻ മുഴുവൻ ഇരിക്കുന്നത്. ഈ സ്പൈക്ക് പ്രോട്ടീൻ ഉപയോഗിച്ചാണ്, നെക്സ്റ്റ് സ്ലൈഡ്, വൈറസ് നമ്മുടെ ശരീരത്തിലെ സെൽസിനകത്തോട്ട് വലിഞ്ഞു കയറുന്നത്. ആ സ്പൈക്ക് പ്രോട്ടീൻ അറ്റാച്ചസ് ടു ദ സെൽ ആൻഡ് എൻറ്റേഴ്സ് ദ സെൽ. അപ്പൊ സെല്ലിനകത്ത് വന്നു കഴിഞ്ഞ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റാർട്ട്സ് റെപ്ലിക്കേറ്റിംഗ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഇതുപോലെ ബി സെൽസിനകത്ത് ഒരുപാട് അങ്ങ് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് അത് കൂടുതൽ അവയവങ്ങളെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ശരീരത്തിലെ ഏകദേശം എല്ലാ ഏരിയാസിലും, കൂടുതലായിട്ട് ലങ്സ് ആണ് നമുക്കറിയാം, പക്ഷെ ഹാർട്ട് ആണെങ്കിലും ലിവർ ആണെങ്കിലും കിഡ്നീസ്, ബ്ലാഡർ, ഈ പല ഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. നൗ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. ഈ COVID-19 ബാധിക്കുന്നവരിൽ കോമോർബിഡിറ്റീസ് ഉള്ള ആളുകൾ, those who have other diseases are at a high risk of severe COVID. നമ്മൾ ആദ്യം വിചാരിച്ചു പ്രായമുള്ളവർ മാത്രമാണ് നമ്മൾ അവരെ ശുശ്രൂഷിക്കണമെന്ന് ഓർത്തു. We have to safeguard them. But now we know that we have to safeguard people who have other illnesses. ക്യാൻസർ ഉള്ളവർക്ക്, ശരീരത്തിന് വേണ്ട രീതിയിൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവര്, ഡയബറ്റീസ് ഉള്ളവര്, ഹാർട്ട് കണ്ടീഷൻസ് ഉള്ളവര്, ഈവൻ പ്രഗ്നന്റ് ആയിട്ടുള്ളവർ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പല കേസസും അങ്ങനെ ഡെലിവറിക്കായിട്ട് അയച്ചിട്ടുണ്ട്. Those who are, and many of them were very sick. അതുകൊണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ്, ഇവരെയൊക്കെ we have to consider them at great risk. നമ്മൾ മുൻപോട്ട് ചിന്തിക്കുന്ന സമയത്തും അങ്ങനെയുള്ളവർക്ക് വേണ്ടി, പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് അസുഖമുള്ളവരെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട് to prevent them from getting this infection. അസുഖം നോക്കുന്ന സമയത്ത് 5 സ്റ്റേജസ് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അധികം സിംറ്റംസ് ഒന്നുമില്ല, മൈൽഡ് സിംറ്റംസ്, അങ്ങനെയുള്ളവരെ നമുക്ക് വീടുകളിൽ തന്നെ മാനേജ് ചെയ്യാം. പക്ഷേ ലങ്സിനകത്തോട്ട് വരികയാണെങ്കിൽ, പൾമണറി ഫേസിലോട്ട് വരികയാണെങ്കിൽ, ന്യൂമോണിയ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ദെൻ വീടുകളിൽ വെച്ചാൽ ഇറ്റ് വിൽ ബി ടു ലേറ്റ് ടു ട്രീറ്റ്. അതുകൊണ്ട് വാർഡിൽ അഡ്മിറ്റ് ചെയ്യണം. ചിലപ്പോൾ ശരീരത്തിന്റെ റെസ്പോൺസ് വിൽ ബി സോ മച്ച്. അപ്പം വൈറസിനെ തരണം ചെയ്യാനായിട്ട് ദ ബോഡി ട്രൈസ് ടു റെസ്പോണ്ട്. അങ്ങനെ വരുമ്പോൾ ദർ ക്യാൻ ബി വലിയ കലാമിറ്റി ഉണ്ടാകാം. അങ്ങനെ ആ സമയത്ത് ICUവിൽ അല്ലെങ്കിൽ HDUവിൽ തന്നെ അഡ്മിഷൻ ആയിരിക്കണം. അതിനുശേഷം ഒരു ത്രോംബോട്ടിക് ഫേസ് ഉണ്ട്, ത്രോംബോസിസ് പലയിടത്തും ഉണ്ടാകും. അത് കഴിഞ്ഞ് ഒരുപാട് സീരിയസ് ആകാം. അതെല്ലാം ICUവിൽ തന്നെ വേണ്ടി വന്നാൽ വെന്റിലേറ്റർ, ഓക്സിജൻ സപ്പോർട്ടോടുകൂടെ വേണം അങ്ങനെ എല്ലാവരെയും മാനേജ് ചെയ്യാനായിട്ട്. ലങ്സ് ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്.
സോ വൈറസ് അകത്തോട്ട് ചെന്നിട്ട് ഇറ്റ് കോസസ് വാട്ട് ഇസ് കോൾഡ് ഇൻഫ്ലമേഷൻ. അപ്പം അത് ആ റിയാക്ഷൻ കാരണം ഒരുപാട് കൊളാജൻ ഡെപ്പോസിറ്റ് ആകും. അതുകൊണ്ടാണ് അയൺ ലങ് എന്ന് പറയുന്ന, ലങ്സ് വളരെ സോഫ്റ്റ് ആണ്. ദാറ്റ് ബിക്കംസ് വെരി ഹാർഡ്. അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും വേണ്ട രീതിയിൽ വികസിക്കുന്നില്ല, ചുരുങ്ങുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എയർ. അതുകൊണ്ടാണ് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ എല്ലാം കുറയുന്നത്. സോ ലങ്സിനെ എഫക്ട് ചെയ്യുമ്പോൾ വലിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിംറ്റംസ് വാച്ച് ഔട്ട് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ് മെയിൻലി. 1, ഫീവർ. പലർക്കും ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവും. രണ്ടാമത്തേത് കോഫ്, ചുമ. അത് പലർക്കും പെർസിസ്റ്റന്റ് കോഫ് ഉണ്ടാവും. മൂന്നാമത് ഡിസ്നിയ എന്ന് പറയും, ബ്രീതിങ് ഡിഫിക്കൽറ്റി. അപ്പൊ ആ ശ്വാസം മുട്ടൽ വരുന്ന സമയത്ത് നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ ഒരുപാട് അങ്ങ് കുറയും. എന്നിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ടൊക്കെ. പലപ്പോഴും ഈ ആദ്യം ഒരു 3, 4, 5 ദിവസങ്ങൾ ഈ സിംറ്റംസ് ഒന്നും ഇത്രയും വരത്തില്ല. പക്ഷെ ഈ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തേ ഒക്കുകയുള്ളൂ. നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. പലരും നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ആശുപത്രിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇറ്റ് വാസ് ടു ലേറ്റ്. അത് സംഭവിക്കാതെ നാം സൂക്ഷിക്കണം. ഇപ്പോഴ് ട്രീറ്റ്മെന്റിന്റെ പല പ്ലാനുകളും പല ഇവാലുവേഷൻ ഉണ്ടായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓക്സിജൻ ഇസ് ദ മെയിൻ സ്റ്റേ, സ്റ്റീറോയിഡ്സ് ഇസ് ദ മെയിൻ സ്റ്റേ. ഓക്സിജനും സ്റ്റീറോയിഡ്സും വളരെ വളരെ അത്യാവശ്യമാണ്. ലോകത്തിൽ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു മോണോക്ലോണൽ ആന്റിബോഡി. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ശരീരത്തിന് ആന്റിബോഡി ശക്തി കൂടുതലായിട്ട് ഉളവാക്കുക. സോ ദാറ്റ് ദ ബോഡി ക്യാൻ റെസ്പോണ്ട് ആൻഡ് ഗെറ്റ് ദ വൈറസ് ഔട്ട്. വൈറസിനെ നശിപ്പിക്കാനായിട്ട് റെംഡെസിവിർ പോലെ പല മരുന്നുകളുണ്ട്. പിന്നെ സപ്പോർട്ടീവ് മെഷേഴ്സ്. ഈ 5 കാര്യങ്ങളാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റിന്റെ മെയിൻ സ്റ്റേ ആയിട്ട് നമുക്കുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടും എത്രയും ഞാൻ കഴിയുന്ന ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് ആസ് മച്ച് ആസ് ഐ ക്യാൻ. നാം ഇനിയും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് what is called long COVID അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം. പലരും വിചാരിക്കുന്നത് അഡ്മിറ്റായി വൈറസ് നമ്മൾ നെഗറ്റീവായി പിന്നെ കുഴപ്പമില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. 3 മാസം വരെ ഈ കോവിഡ് അല്ലെങ്കിൽ ഈ വൈറസ് നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതിനെ തുടർന്ന് നമ്മുടെ പല അവയവങ്ങളെയും ഇറ്റ് കൻ അഫക്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോന്ന് നോക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ കോമണസ്റ്റ് സിംറ്റംസ് ദാറ്റ് ദേ കംപ്ലെയിൻ അബൌട്ട് ഇസ് ഫറ്റീഗ്. വളരെയേറെ ക്ഷീണിക്കുന്നു. അപ്പൊ ജോലിക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്താ അസുഖം മാറിയല്ലോ, നെഗറ്റീവ് ആയല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ വേണ്ട രീതിയിൽ ജോലി ചെയ്യാത്തത് എന്ന് ആ കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഫറ്റീഗ് അപ് ടു 3 months. ശ്വാസം മുട്ടൽ വരാം, ഡിസ്നിയ വരാം, നെഞ്ചിനകത്ത് ഒരു ഡിസ്കംഫർട്ട്, പ്രയാസങ്ങൾ വരാം, ചുമ, ചിലർക്ക് സ്മെൽ ആൻഡ് ടേസ്റ്റ് ഇല്ലാതിരിക്കും. അതുകൊണ്ട് അത് കൂടാതെ ഈ പടത്തിൽ കണ്ടിരിക്കുന്ന പോലെ പല രീതിയിൽ നെഞ്ചിടിപ്പ് വരാം, നമുക്ക് പെട്ടെന്ന് തലകറക്കം വരാം, ചിലര് വീണിട്ടുണ്ട്. അതുകൊണ്ട് പല രീതികളിലുള്ള പോസ്റ്റ് കോവിഡ്. എൻ്റെ അമ്മയ്ക്ക് കോവിഡ് വന്നിട്ട് ഒരു 10 ദിവസത്തോളം ഷീ വാസ് ഓക്കെ, ഷീ ഹാഡ് ബിക്കം ഓൾ റൈറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ വീട്ടിലോട്ട് വന്ന സമയത്ത് അമ്മ എന്നോട് പറയുന്നത്, മോനെ എനിക്ക് നിൽക്കാൻ ഒക്കുന്നില്ല. സോ ഫോർ അബൌട്ട് 10 days അമ്മയ്ക്ക് കാലിന്റെ മുട്ടിന്റെ താഴോട്ട് ഒരു വീക്ക്നെസ് ആയിരുന്നു. ഞാൻ ഓർത്ത് കിടന്നു പോകുന്നു. ബട്ട് 10 days later she became better. പക്ഷെ അത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഉണ്ടെന്ന് എനിക്ക് അറിയാതിരുന്നെങ്കിൽ ഞാൻ പല രീതികളിലും ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കിയാണ്. ഇത് നമ്മൾ ആ സമയത്ത് കാര്യമായിട്ട് വേണ്ട രീതിയിലുള്ള കരുതൽ കൊടുത്താൽ മതി. They will get over it. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലേണിംഗ് ടു ലിവ് വിത്ത് കോവിഡ് ഈസ് ഹാവിംഗ് എ ക്ലിയറർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡിസീസ് ആൻഡ് ദ പോസ്റ്റ് കോവിഡ് സിംറ്റംസ്. ആ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഇസ് പാർട്ട് ഓഫ് ദ ഡിസീസ് ആയിട്ട് നാം മനസ്സിലാക്കണം. ചിലർക്ക് ബാക്ക് പെയിൻ ആയിരിക്കും, വയറ്റുവേദന ആയിരിക്കും, ഡയറിയ ആയിരിക്കും, ഈ കാലിൽ ക്രാംസ് വരുന്നത്,
ഇതെല്ലാം അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് കോൺസെൻട്രേഷൻ കിട്ടാതെയൊക്കെ വരുന്നത്. അതിന്റെ കുറച്ചുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ് സ്ലൈഡ്. ഹാർട്ടും ലങ്സും നമ്മൾ സൂക്ഷിക്കണം. ഈ വൈറസിന്റെ ഇൻഫ്ലമേഷൻ കാരണം ചിലർക്ക് വീസിങ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൽപിറ്റേഷൻ, ചെസ്റ്റ് ഡിസ്കംഫർട്ട് വരാം, ചിലപ്പോൾ പെട്ടെന്ന് തല കറങ്ങി വീഴാം. ഇതെല്ലാം നാം സൂക്ഷിക്കണം. പോസ്റ്റ് കോവിഡ് ഉണ്ടായിരിക്കുന്നതാണ് സാധ്യത എന്നുള്ളത് നാം ഓർക്കണം. ഡോക്ടേഴ്സിന് പോലും പലർക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് വേണ്ട രീതിയിലുള്ള അറിവില്ല. അതുകൊണ്ട് വി ഹാവ് ടു ബി കെയർഫുൾ. ന്യൂറോ സൈക്കാട്രിക് സിംറ്റംസ് നമ്മൾ പ്രത്യേകിച്ച് അച്ഛന്മാരെല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടുകൂടെ നോക്കണം. ബിക്കോസ് ദർ ഇസ് എ കണ്ടീഷൻ കോൾഡ് ബ്രെയിൻ ഫോഗ്. ചിലപ്പോൾ തലവേദനയായിരിക്കും, ഉറങ്ങാൻ ഒക്കുന്നില്ല, തല കറങ്ങുന്നു, ചിലർക്ക് ഡിപ്രഷൻ വരും, ആങ്സൈറ്റി വരും. ഇതെല്ലാം പക്ഷേ ഷോർട്ട് ലാസ്റ്റിംഗ് ആണ്. ആ പീരിയഡിൽ നാം വേണ്ട രീതിയിൽ ശ്രദ്ധയോടുകൂടി ഇഫ് യു ടേക്ക് കെയർ ഓഫ് ദം they will recover completely. പക്ഷെ ആ സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് വാട്ട് ഐ വുഡ് റിക്വസ്റ്റ് ഇസ്, നാം ഇത് എത്രയും പേരോട് പറയാൻ ഒക്കുന്നോ നാം പറഞ്ഞിരിക്കണം. ബിക്കോസ് പോസ്റ്റ് കോവിഡ് ന്യൂറോ സൈക്കാട്രിക് സിംറ്റംസ് ആർ വെരി വെരി കോമൺ. നാം അത് മനസ്സിലാക്കാതെ അവർക്ക് they become mad എന്നൊക്കെ വിചാരിച്ചാൽ ഇതൊരു ഷോർട്ട് ലാസ്റ്റിംഗ് ആണ്. 3 മാസം വരെ നീണ്ടു നിൽക്കും. They will get over it. Next slide. ഈ ബ്രെയിൻ ഫോഗ് എന്നുള്ളത് is a very very common post COVID presentation. Short term memory loss. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല. അപ്പം പെട്ടെന്ന് നമ്മൾ ഓർക്കും എന്ത് പറ്റി. തന്മാത്ര കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് നേരത്തെ ഡിമെൻഷ്യ വരുന്ന അങ്ങനെ ഒരു രോഗമില്ലേ, അതുകൂട്ടുള്ളൊരു പ്രോഗ്രാം ദാറ്റ് ഹസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രെയിൻ ഫോഗ്. ഇതും 3 മാസം വരെ നീണ്ടു നിൽക്കും. ആഫ്റ്റർ ദാറ്റ് പേഷ്യൻസ് ഗെറ്റ് ഓവർ ഇറ്റ്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ്, വിശപ്പില്ലായ്മ, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, ഒരുപാട് ബ്ലോട്ടിംഗ്, ഗ്യാസിന്റെ പ്രയാസം ഒരുപാട് പേര് കംപ്ലൈൻ ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് ആഫ്റ്റർ ദ വൈറസ് ഹാസ് ഗോൺ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് ആണ്. വൈ വാസ് ദ സെക്കൻഡ് വേവ് സോ ബാഡ്? ആദ്യത്തെ വേവ് നാം ഓർത്തു, നാം തരണം ചെയ്തു, വേണ്ട രീതിയിലെല്ലാം വി ഡിഡ് വെരി വെൽ എന്ന് നാം വിചാരിച്ചു. പക്ഷെ സെക്കൻഡ് വേവ് വാസ് ടെറിബിൾ. ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചൊന്ന് യു മസ്റ്റ് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. എല്ലാ ജീവികളും they would love to live, നമ്മളെ പോലെ തന്നെ. അതുകൊണ്ട് any virus will try to live. അത് അതിജീവിക്കുവാൻ വേണ്ടി പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് അതിൻ്റെ the virus as it is കുറച്ചങ്ങ് ചേഞ്ച് ചെയ്യും. അതിനുള്ള സയന്റിഫിക് ടേമാണ് മ്യൂട്ടേഷൻ എന്നുള്ളത്. അപ്പം when the virus becomes different, അതിനെ വേണ്ട രീതിയിൽ ശരീരത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, ഇമ്മ്യൂണിറ്റി കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ഒക്കുന്നില്ല, മരുന്നുകൾ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ഒക്കുന്നില്ല. സോ ഇറ്റ് ചേഞ്ചസ് ഇറ്റ് ഷേപ്പ് ആൻഡ് ഇറ്റ്സ് ഓവറോൾ അപ്പിയറൻസ്. മ്യൂട്ടേഷൻ, ആ മ്യൂട്ടേഷൻ ഉണ്ടായത് ഈ വൈറസിന് ഇറ്റ് വാസ് എ ഡബിൾ മ്യൂട്ടേഷൻ. മേജർ വലിയ ചേഞ്ചസ് വന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്പൈക്ക് പ്രോട്ടീൻ. അതുകൊണ്ട് എന്ത് പറ്റി? ഇൻഫെക്ടിവിറ്റി ഒരുപാട് കൂടി. ഒരു വൈറസിന്റെ ഇൻഫെക്ഷൻ എങ്ങനെയാണ് നാം തീരുമാനിക്കുന്നത്? വൺ ഇസ് കോൾഡ് ദ വിറുലൻസ്, വൈറസിന്റെ ശക്തി. ദ വേർഡ് സയന്റിഫിക് വേർഡ് ഫോർ ദാറ്റ് ഇസ് വിറുലൻസ്. രണ്ടാമത് വൈറസിന്റെ ക്വാണ്ടിറ്റി. ഇപ്പൊ തന്നെ ജോണ്ടിസ്, ഹെപ്പറ്റൈറ്റിസ് ബി വരുന്ന സമയത്ത് നാം നോക്കുന്നത് എത്ര അതിന് ശക്തിയുണ്ട്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ വൈറസിനും SARS-CoV-2 എത്ര വൈറസ് ഉണ്ട്, എത്ര ശക്തിയുണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട്, എത്ര അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടുകൂടെയുള്ള രണ്ടാമത്തേത് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ ഇമ്മ്യൂൺ എസ്കേപ്പ്.
നേരത്തെ ശരീരം പഠിച്ചിരുന്ന കാര്യങ്ങൾ ശരീരത്തിന് പറ്റിയില്ല. ഈ മ്യൂട്ടന്റ് വന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനൊത്തില്ല ഈ വൈറസിനെ തരണം ചെയ്യാൻ. So increased infectivity, larger number of viruses, increased virulence with the Delta virus. നമ്മൾ ഇത് കേട്ട് കാണും അല്ലെ, ഡെൽറ്റ വൈറസിന്റെ. അത് ഇപ്പം അമേരിക്കയിലെല്ലാം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്ത് കൂടുതലും വന്നത് ആ ഡെൽറ്റ വൈറസ് ഒരുപാട് അങ്ങ് ഇൻഫെക്ഷ്യസ് ആണ്, ഒരുപാട് പേരെ ഇൻഫെക്ട് ചെയ്യുകയും ചെയ്തു. നമ്മുടെ ശരീരത്തിന് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് how do we live with this? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2-3 വർഷമൊക്കെ ഇത് തീർച്ചയായിട്ടും കാണും. അതുകൊണ്ട് നാം ഒരു സഭയായിട്ട്, വൈദികരായിട്ട്, കൗൺസിലേഴ്സ് ആയിട്ട്, we must understand the psychosocial impact of the COVID. COVID, as you all know, as you all say, നമ്മുടെ ലോകത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റി. ഇത് കഴിഞ്ഞിട്ടും നാം വരാൻ പോകുന്ന ലോകം ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. അതിനുവേണ്ടി നാം നമ്മെ തന്നെയും നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഇൻഡിവിജ്വൽസിനെയും ഫാമിലീസിനെയും കമ്മ്യൂണിറ്റീസിനെയും അതേ സമയത്ത് നാം ഹെൽത്ത് കെയർ പേഴ്സണൽ ഇതിന് നമ്മോടുകൂടെ മുൻപോട്ട് തന്നെ വന്ന് സഹായിക്കുകയും ചെയ്യേണ്ട എല്ലാവരെയും കുറിച്ചും ചിന്തിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് ശക്തീകരിക്കേണ്ടത് ആവശ്യം. കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വന്നിരുന്നത്. ഡിസ്റപ്ഷൻ ഓഫ് റുട്ടീൻ, സ്കൂൾസ് ഇല്ല, ഫ്രണ്ട്സിനെ കാണാൻ ഒക്കുന്നില്ല, അതും ഇതും കഥകളൊക്കെയാണ് അവർ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇൻക്രീസ്ഡ് സ്ക്രീൻ ടൈം. അതിന് ഞങ്ങളുടെ ഒരു ടീം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കിയത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം ഇസ് ഫാർ മോർ ദാൻ ദേ ഷുഡ് ബി. അതുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ട്, ഡിപ്രഷൻ ഉണ്ടാകുന്നുണ്ട്, ഉറക്കമില്ലായ്മ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ ഒരുപാട് ഇറിറ്റബിലിറ്റി, ഡിഫയൻസ്, അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. ഇപ്പം എൻ്റെ 2 കൊച്ചുമക്കളുണ്ട്. അവരുടെ കൂടെ ഇരുന്നാൽ പോലും ഈ വൈകിട്ടത്തെ ക്ലാസ് ഒക്കെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ദേ ഗെറ്റ് ടോട്ടലി ഡിസ്ട്രാക്റ്റഡ്. പക്ഷെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഡെവലപ്മെന്റൽ റിഗ്രഷൻ ആണ്. വേണ്ട രീതിയിലുള്ള ഡെവലപ്മെന്റ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നാം വളരെയേറെ, ഞാൻ ഓർത്തത് സഭകളായിട്ട് നാം സൺഡേ സ്കൂൾ മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്ര പ്രോഗ്രാംസ് ഉണ്ടാക്കിയാലും ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. ഏതൊക്കെ രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ട് നാം സൂമിൽ കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ഗ്രൂപ്പ്സിനെ കൊണ്ടുവന്നായിരിക്കാം. ട്രൈ ടു സ്പെൻഡ് ടൈം വിത്ത് ദം, അവർക്ക് ഗിവ് ദം ലവ് ആൻഡ് റെഡ്യൂസ് ദി എക്സ്പോഷർ ടു മീഡിയ, സോ ദാറ്റ് നമ്മൾ ലൈവായിട്ട് അവരോടുകൂടെ ഡീൽ ചെയ്യാൻ വേണ്ടി. അഡോളസന്റ്, അതുകൊണ്ട് ഈ പിള്ളേരെ ക്വാറന്റൈൻ ചെയ്യുന്ന സമയത്ത് അവരോട് വളരെ, എസ്പെഷ്യലി 3rd വേവ് ഉണ്ടാകുകയാണെങ്കിൽ അവര് വളരെയേറെ കെയർ എടുക്കേണ്ടത് ആവശ്യമാണ്. ഓൾറെഡി ബിലീവേഴ്സിൽ നമുക്ക് കുറെ കുഞ്ഞുങ്ങൾ കോവിഡായിട്ട് വന്നിട്ടുണ്ട്, CMCയിൽ അതിൽ കൂടുതൽ വന്നിട്ടുണ്ട്. വേവ് ആയിട്ട് ഇല്ലെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വരുന്നുണ്ട്. അവരെ എല്ലാവരും നാം സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അഡോളസൻസിന്റെ കാര്യം നോക്കുമ്പോൾ അവർക്ക് വരുന്ന എന്നാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൂടെ കൂടാൻ സാധിക്കാത്തത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം ഫോർ us. അപ്പം യങ് പീപ്പിൾ ഹാവ് ഇൻക്രീസ്ഡ് എനർജി ലെവൽസ്. അവർക്ക് ന്യൂ എക്സ്പീരിയൻസ് ആണ്, അവർക്ക് എക്സൈറ്റ്മെന്റ്. സോഷ്യൽ ഇന്ററാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്നും ഇല്ലാത്തപ്പം ദേ ഫീൽ ബോർഡ്, ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി we have to plan better and innovative strategies to keep them involved, to keep them excited. But it's important for us to remember the young children and the adolescents. Infodemic is a real problem. Infodemic എന്ന് പറഞ്ഞാൽ പാൻഡമിക് പോലെ ഇൻഫർമേഷൻ എക്സസ് ആയിട്ട് എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വരും. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുള്ളൂ, യങ്സ്റ്റേഴ്സ് കേൾക്കുന്നുള്ളൂ. We have to work together to provide them with correct information, with good information. At the same time, ഈ കുഞ്ഞുങ്ങളുടെയും യങ്സ്റ്റേഴ്സിന്റെയും ലോകം ബ്രൈറ്റ് ആക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഈ കുഞ്ഞ് വരയ്ക്കുന്നത് പോലെ റെയിൻബോ കളേഴ്സും അവരുടെ ലോകം കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ ബ്രൈറ്റ് ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഇന്നിപ്പോ അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു ഫ്യൂച്ചറും കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഹൗ ക്യാൻ വി ക്രിയേറ്റ്? ഞാൻ ആഗ്രഹിക്കുന്നത്
മെട്രോപൊളിറ്റൻ ഈ മണ്ഡലമൊക്കെ നടത്തി ഇതിനെക്കുറിച്ച് കുറെ ആളുകൾക്ക് കുറെ ഐഡിയാസ് ഒക്കെ കാണുമായിരിക്കും. ഹൗ ക്യാൻ വി ആസ് എ ചർച്ച് റെസ്പോണ്ട് ടു ദിസ് പോസ്റ്റ് കോവിഡ് ഓർ ദി കോവിഡ്, ഹൗ ഡു വി ലിവ് വിത്ത് ഇറ്റ് എന്ന് ചിന്തിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങള് ബിലീവേഴ്സിൽ ചെയ്ത 2-3 കാര്യങ്ങൾ. ഒന്ന്, ഹെൽത്ത് കെയർ സ്റ്റാഫിനെ അവർ പേഷ്യൻസിനെ നോക്കുന്നത് കൊണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഞങ്ങൾ ഉണ്ടാക്കി. സോ ദാറ്റ് ഫ്രീ കോവിഡ് ടെസ്റ്റിങ്ങും ഫ്രീ ട്രീറ്റ്മെന്റും അവർക്ക് വേണ്ട അലവൻസും സഹായം സപ്പോർട്ട് എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് സ്ലൈഡ്. അറ്റ് ദ സെയിം ടൈം we improved the patient communication. One of the problems with COVID is ഒരാൾക്ക് കോവിഡ് വന്നാൽ അവരുടെ കൂടെ നിൽക്കാൻ ആർക്കും സാധിക്കത്തില്ല because of the infectious nature. അതുകൊണ്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറെ ആളുകളെ കോവിഡ് ഇൻഫർമേഷൻ ഓഫീസേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഓഫീസേഴ്സ് ആക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ടെലിമെഡിസിൻ, ഐപാഡ്, ടാബ്സും ഒക്കെ അവരോട് സംസാരിക്കാനായിട്ടും അവരുടെ റിലേറ്റീവ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു. വിൽ നീഡ് ടു കണ്ടിന്യൂ ടു ഡു ദാറ്റ്. The most important thing for us to concentrate on is vaccinations. Believers, ഞങ്ങളുടെ ആ ഒരു ആശുപത്രിയിൽ തന്നെ 27,000 വാക്സിനേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങളുടെ ടീമിന്റെ കൂടെ ചെയ്തതുപോലെ, നെക്സ്റ്റ് സ്ലൈഡ്, പല രീതികളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ കോവിഡ് ഉള്ള ആളുകളോടുകൂടെ നമുക്ക് അല്പസമയം ചെലവിട്ട് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് വേണ്ട പ്രൊട്ടക്ഷനോടുകൂടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം. അത് നമുക്ക് മുൻപോട്ടുള്ള പ്ലാനിങ്ങിൽ ലേണിംഗ് ടു ലിവ് വിത്ത് കോവിഡ് അത് ചെയ്യണം. സോ വാട്ട് ഇസ് ദ വേ ഫോർവേഡ്? എങ്ങനെയാണ് നമുക്ക് ദ നെക്സ്റ്റ് ഫ്യൂ 2 or 3 years നമ്മൾ എങ്ങനെ മുൻപോട്ട് ചിന്തിക്കുന്ന സമയത്ത് how do we live with this? How do we plan ahead? നമ്മുടെ വാക്സിനേഷൻ റേറ്റ്സിന്റെ ഈ ഫിഗേഴ്സ് ഒന്ന് നോക്കണേ. ഇന്ത്യയിലെ പോപ്പുലേഷൻ അബവ് 18 years 84 കോടിയാണ്. അതിൽ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുള്ളത് 65 crores, that is 77%. രണ്ടാമത്തെ ഡോസ് ഓൾസോ എടുത്തിട്ടുള്ളവർ ഓൺലി 27%. അപ്പൊ 23 crores ഇതുവരെ വാക്സിനേറ്റഡ് ആയിട്ടുള്ളൂ. കേരള വി ഹവ് ഡൺ മച്ച് ബെറ്റർ. നമ്മുടെ 2.67 crores ആളുകളിൽ 2.5 crores പീപ്പിൾ ഹാവ് ഓൾറെഡി ടേക്കൻ ഫസ്റ്റ് ഡോസ് ആൻഡ് 1.08 2 ഡോസും എടുത്തിട്ടുണ്ട്. സോ 90% of the vaccination കോവിഷീൽഡിലൂടെ കേരളത്തിന്റെ പെർഫോമൻസ് ഹാസ് ബീൻ എക്സലന്റ്. ബട്ട് those of you who are working in different parts of India, ഇത് നമ്മൾ കഴിയുന്നതും ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വാക്സിനേഷൻ ഇസ് സേഫ്, എല്ലാവരും വാക്സിനേഷൻ എടുത്തേ പറ്റൂ എന്നുള്ളത് എത്രയും കൂടുതൽ നാം പറഞ്ഞാലും അതിന് തെറ്റില്ല. വി മസ്റ്റ് കീപ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. രണ്ടാമത്തെ തോട്ട് ഇസ് അബൌട്ട് വാട്ട് ഇസ് കോൾഡ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. മെട്രോപൊളിറ്റൻ പറയുകയുണ്ടായി ദിസ് ഇസ് എ വേൾഡ് ഗ്ലോബൽ ഇഷ്യൂ എന്നുള്ളത്. അത് ശരിയാണ്. അപ്പം ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 80% ആളുകൾക്ക് ഈ അസുഖം വന്നിട്ട് അല്ലെങ്കിൽ വാക്സിനേഷൻ മൂലം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 20% are also protected. പക്ഷെ നമുക്ക് വന്നിരിക്കുന്ന പ്രയാസം 40% of our population is less than 18 years old. അവർക്ക് വാക്സിനേഷൻ ഇല്ല. അതുകൊണ്ട് ഈ ഹേർഡ് ത്രെഷോൾഡ് ഓഫ് 80% നമുക്ക് എത്താനായിട്ട് പ്രയാസമാണ്. രണ്ടാമത്തേത്, ഈ കോവിഡിനുള്ള വേറൊരു വലിയ പ്രയാസം, നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ഉള്ളതുപോലെ ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി ഇല്ല. കുറെയൊക്കെ ഇറ്റ്സ് ലൈക്ക് ദി ഫ്ലൂ, ഒരു 6 മാസമൊക്കെ നീണ്ടു നിൽക്കുന്നു. മൂന്നാമത്തത്, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഇസ് ദാറ്റ് നമ്മൾ മാത്രമല്ല, മറ്റ് ഹോസ്റ്റ്സ് ഉണ്ട്, മറ്റ് ആനിമൽസ്, ഇപ്പം തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഇതൊന്നും കിട്ടാത്തവരാണ്. അവിടുന്ന് വീണ്ടും നമ്മുടെ അടുത്ത് വരും. സോ വാട്ട് മെട്രോപൊളിറ്റൻ സെഡ് അബൌട്ട് ദ ഗ്ലോബൽ ഫിനോമിനൻ ഇസ് സോ ട്രൂ that until 80% of the world is protected, there is a chance that we will get infected. അതുകൊണ്ടാണ് ചിലർ ബൂസ്റ്റർ ഡോസ് നമുക്ക് നമ്മുടെ
ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്, അതുകൊണ്ട് അത് ബൂസ്റ്റ് ചെയ്യണോ, 6 മാസമല്ലേ നീണ്ടു നിൽക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിലും ചെക്ക് റിപ്പബ്ലിക്കിലും ഒക്കെ ബൂസ്റ്റേഴ്സ് തുടങ്ങി. അമേരിക്കയിൽ ചിലർക്ക് അത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് വൺ ഓഫ് ദ പുവറർ നേഷൻസ്, നമ്മുടെ ഇത് കിട്ടാത്ത ആളുകൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിട്ട് വേണം ബൂസ്റ്റർ ഡോസ്. നെക്സ്റ്റ് സ്ലൈഡ്. ബൂസ്റ്റർ ഡോസിനെ പറ്റി ചിന്തിക്കാനായിട്ട് അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വാക്സിനേഷൻ പ്രോഗ്രാം അറ്റ്ലീസ്റ്റ് 80% ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടേ നമ്മുടെ ബൂസ്റ്റർ ഡോസിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് ക്യാൻ വി എക്സ്പെക്ട്, വെൻ ക്യാൻ ദിസ് ഡൈ ഔട്ട്? സ്പാനിഷ് ഫ്ലൂ എന്നുള്ള അസുഖം നമുക്ക് കേട്ടിട്ടുണ്ട്. 1918 എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്പാനിഷ് ഫ്ലൂ സമയത്ത് ഓരോ പ്രാവശ്യവും മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ the virus becomes less strong, less virulent. അങ്ങനെയാണ് ഒരുപാട് പേര് മരിച്ചെങ്കിലും സ്പാനിഷ് ഫ്ലൂ ഇല്ലാതെയായത്. നമ്മൾക്കും അത് തന്നെ സംഭവിക്കും. ദിസ് SARS-CoV-2 COVID-19 വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ശക്തി കുറേശ്ശെ കുറഞ്ഞാൽ വെരി സൂൺ ഇറ്റ് വിൽ ഡൈ കംപ്ലീറ്റ്ലി. അതുകൊണ്ട് how do we learn to live with COVID? നമ്മൾ crowded places no പറയണം. Closed spaces with poor ventilation ഇല്ലാതെയാക്കണം. നമ്മുടെ എയർ കണ്ടീഷൻഡ് റൂംസ് ഒക്കെ കുറയ്ക്കണം. as far as possible പണ്ട് രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ ചെയ്ത പോലെ നമ്മളെ ക്ലാസ് റൂംസ് ഒക്കെ പുറത്താക്കാൻ സാധിച്ചാൽ നമ്മുടെ മീറ്റിംഗ് ഒക്കെ സൂമോട് കൂടെയും പുറത്ത് ഓപ്പൺ എയറിൽ അല്ലെങ്കിൽ നല്ല വെന്റിലേഷൻ ഉള്ള നല്ല ഒരുപാട് വലിയ വിൻഡോസ് ഉള്ള ഏരിയസിലാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. രണ്ടാമത് എല്ലാവരും വാക്സിനേറ്റ് ചെയ്യണം. മൂന്നാമത് കീപ് our hands sanitized and try to stay at 6 meters. അത് പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന സമയത്താണ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. തേർഡ് വേവ് ഉണ്ടാകുമോ നമുക്ക് ഷുവർ അല്ല. There are two opinions about it. ഈ തേർഡ് വേവിന്റെ കാരണം നാം പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കാൻ ഒക്കാത്ത കുഞ്ഞുങ്ങളെ അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് we have to be prepared for it. But more than that, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ we need to be prepared to live in a world with COVID and therefore coexist with it. Try, for example, പനിയുള്ളവർ, ചുമയുള്ളവർ, ശ്വാസം മുട്ടുള്ളവർ പുറത്തോട്ട് പോകരുത്. They must get checked. They must get tested. They must make sure that they are isolated. അതേ സമയത്ത് ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും മാസ്ക് ഇട്ടുകൊണ്ട് അതുപോലെ നമ്മൾ മാസ്ക് ഇടണം. as far as possible ട്രെയിനിലൊക്കെ ആണെങ്കിൽ ഓപ്പൺ ഡോർസ് ആണെങ്കിൽ that is even better. So therefore I think we are planning to live in a world where COVID will be there for 2 to 3 years. സഭയായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും God should help us to help others to live with COVID. Thank you very much for your patient listening.